a Hollywood superhero movie from the 80s. യെസ് ഗൈസ്, 1987 നാട്ടുകാർ കണ്ട വഴി ഓടിച്ചു വിട്ട ഒരു സൂപ്പർ ഹീറോ പടം സൂപ്പർമാൻ 4 ദി ക്വസ്റ്റ് ഫോർ പീസ്. ഈ പടം ഇറങ്ങിയതിനു ശേഷം ഒരു 19 വർഷത്തേക്ക് വേറെ സൂപ്പർമാൻ പടം ഒന്നും ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് എഫക്റ്റ് ആയിരുന്നു. എന്താ ഇതിന്റെ കഥ? ഒരു നീണ്ട കഥ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ജയിലിൽ കിടക്കുന്ന തന്റെ ഈവിൾ സയന്റിസ്റ്റായ അമ്മാവൻ ലെക്സ് ലൂഥറിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന മരുമോനെ കാണിച്ചുകൊണ്ടാണ് അവൻ അവിടേക്ക് ഒരു റിമോട്ട് കൺട്രോൾ കാറുമായി വന്ന് അവിടുത്തെ പോലീസുകാരൊക്കെ കാറിൽ കയറ്റി ആ റിമോട്ട് വെച്ച കാർ ഒരു കൊക്കയിലേക്ക് എറിഞ്ഞ് അവരെയൊക്കെ കൊന്ന് അമ്മാവനെ രക്ഷിക്കുകയാണ്. ആൻഡ് ഇവരുടെ ജീവിത ലക്ഷ്യമാണ് സൂപ്പർമാന്റെ നാശം. ഇതേ സമയം നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിലോ ബ്രേക്ക് ഇല്ലാതെ പോകുന്ന മെട്രോയിൽ നിന്നും ആൾക്കാരെ രക്ഷിച്ചും ബഹിരാകാശത്ത് പെട്ടുപോയ ആസ്ട്രോനട്സിനെ രക്ഷിച്ചും തന്റെ ഗേൾഫ്രണ്ടുമൊത്ത് മനാലിയിലേക്ക് ട്രിപ്പ് മടിച്ച് ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാവും. ആ സമയത്താണ് ലോകത്ത് ന്യൂക്ലിയർ വാർസിനുള്ള സാധ്യതകൾ കൂടി വരുന്നത്. സോ ഈ ന്യൂക്ലിയർ വാർസ് ഉണ്ടായാൽ അതിൽ ലോകം അവസാനിക്കുമെന്ന് ഭയന്നൊരു ചെറുക്കൻ ന്യൂക്ലിയർ യുദ്ധത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി സൂപ്പർമാൻ ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് കിട്ടിയതും സൂപ്പർമാൻ ന്യൂക്ലിയർ വാറിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയായി. അപ്പൊ ഇതിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി മൂപ്പർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ രാജ്യങ്ങൾ വിടുന്ന എല്ലാ ന്യൂക്ലിയർ മിസൈൽസും നിലം തൊടുന്നതിന് മുന്നേ തന്നെ അങ്ങ് എയറിൽ വെച്ച് പിടിച്ച് പൊക്കി ബഹിരാകാശ കൊണ്ടുപോയി ഒരു വല കെട്ടി അതിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അങ്ങനെ അവസാനം എല്ലാ ന്യൂക്ലിയർ മിസൈൽസും കളക്ട് ആക്കി ആ വല നിറഞ്ഞതും അത് കറക്കി അങ്ങ് സൂര്യനിലേക്ക് എറിഞ്ഞ് നശിപ്പിച്ച് സൂപ്പർമാൻ ന്യൂക്ലിയർ വാർസിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുകയാണ്. അവസാനം ഈ സൽപ്രവൃത്തി കാരണം യുണൈറ്റഡ് നേഷൻസ് വരെ സൂപ്പർമാനെ വിളിച്ചൊരു സ്വീകരണം കൊടുക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കൻ ഗവൺമെന്റ് അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ വെക്കാനായി സൂപ്പർമാന്റെ എന്തെങ്കിലും ഒന്ന് തരണമെന്ന് പറഞ്ഞ് സൂപ്പർമാനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഈ ശല്യം സഹിക്കാൻ വയ്യാതെ സൂപ്പർമാൻ അപ്പൊ തന്നെ തന്റെ ഒരു മുടി പറിച്ചു കൊടുത്ത് കൊണ്ടുപോയി മ്യൂസിയത്തിൽ വെച്ചോന്ന് പറയും. അതോടെ അവർ ആ മ്യൂസിയത്തിൽ സൂപ്പർമാന്റെ മുടിയുടെ വരെ ശക്തി കാണിക്കാൻ വേണ്ടി 1000 പൗണ്ടിന്റെ ഇരുമ്പ് ബോൾ ഉണ്ടാക്കി ആ ദിവ്യമായിന്റെ താഴെ കെട്ടിയിടും. എന്നിട്ട് അത് പ്രദർശനത്തിന് വെക്കും. ഇങ്ങനെ ഇരിക്കാണ് മറ്റേ ഈവിൾ സയന്റിസ്റ്റും മരുമോനും കൂടി ആ മ്യൂസിയത്തിൽ വന്ന് സൂപ്പർമാന്റെ മുടി വെട്ടി കട്ടെടുത്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതിലൊരു DNA പരിപാടി കാണിച്ച് സൂപ്പർമാൻ കാരണം ബിസിനസ് പോയ ന്യൂക്ലിയർ വെപ്പൺ മേക്കേഴ്സിന്റെ സഹായത്തോടു കൂടി ഒരു മിസൈലിൽ ആ മുടി വെച്ച് അങ്ങ് സൂര്യനിലേക്ക് വിടും. അങ്ങനെ ആ മുടിയും സൂര്യന്റെ ഒരു അംശവും ചേർന്ന് ഒരു ഈവിൾ വില്ലൻ ജനിക്കുകയാണ്, ദി ന്യൂക്ലിയർ മാൻ. അങ്ങനെ താൻ ഉണ്ടാക്കിയ അതിശക്തനായ ന്യൂക്ലിയർ മാനെ വെച്ച് ആ ഈവിൾ സയന്റിസ്റ്റും ന്യൂക്ലിയർ വെപ്പൺ മേക്കേഴ്സും കൂടി സൂപ്പർമാനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ ഈ ന്യൂക്ലിയർ മാൻ ഒരു പ്രശ്നമുണ്ട്. മൂപ്പര് സോളാർ ആണ്. അതായത് ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഓണായി നിൽക്കൂ. സൂര്യപ്രകാശം പോയാൽ അപ്പൊ തന്നെ ബോധം പോകും. സോ ഗൈസ്, പിന്നീട് അങ്ങോട്ട് ദി സൂപ്പർമാനും ദി ന്യൂക്ലിയർ മാനും കൂടിയുള്ള അതിഭീകരമായ യുദ്ധമാണ് നടക്കുന്നത്. ആദ്യം തന്നെ ന്യൂക്ലിയർ മാൻ അങ്ങ് ചൈനയിലേക്ക് പോകും. എന്നിട്ട് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അങ്ങ് തകർത്ത് കളയും. അപ്പോഴേക്കും സൂപ്പർമാൻ അവിടെ വന്ന് അവിടെയുള്ളവരൊക്കെ രക്ഷിച്ച് തന്റെ പവർ ഉപയോഗിച്ച് തകർന്നു പോയ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അങ്ങ് കെട്ടിക്കൊടുക്കും. എന്തൊക്കെ പവറല്ലേ നമ്മുടെ സൂപ്പർമാന്. അപ്പോ അത് കഴിഞ്ഞതും ന്യൂക്ലിയർ മാൻ ചൈനയിൽ നിന്ന് നേരെ ഇറ്റലിയിലേക്ക് പോയി അവിടെയുള്ളൊരു മല തുരന്ന് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാക്കും. അത് കണ്ടതും സൂപ്പർമാൻ നേരെ പോയി വേറൊരു മലയുടെ തുമ്പങ്ങ് വെട്ടും. എന്നിട്ട് അത് ഹനുമാന്റെ പോലെ കൊണ്ടുവന്ന് ആ വോൾക്കാൻ ഒലിച്ചിറങ്ങുന്ന ഹോള് കള്ളുകുപ്പി കോർക്ക് വെച്ചടക്കുന്ന പോലെ അടച്ചിടും. എന്നിട്ട് അവിടുത്തെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒഴുകി വരുന്ന ചൂട് ലാവ ഊതി ഐസാക്കും. അങ്ങനെ ഇതോടെ തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ പരട്ട ന്യൂക്ലിയർ മാൻ നേരെ അമേരിക്കയിലേക്ക് വിടുന്നത്. എന്നിട്ട് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പറിച്ചെടുത്ത് അമേരിക്കൻ ജംഗ്ഷനിൽ കൊണ്ടുപോയി നാട്ടുകാരുടെ മീത്തേക്കിടും. അത് വീഴുമ്പത്തിനും അങ്ങ് ഇറ്റലിയിൽ നിന്ന് സൂപ്പർമാൻ വന്ന് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും പൊക്കിയെടുത്ത് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുപോയി വെക്കും. അവസാനം എന്ത് ചെയ്തിട്ടും ഒന്നും ആവാതെ ഭ്രാന്ത് പിടിച്ച ന്യൂക്ലിയർ മാൻ നമ്മുടെ സൂപ്പർമാന്റെ മേലെ ദി അൾട്ടിമേറ്റ് പവർ എടുക്കുകയാണ്. അവൻ സൂപ്പർമാനെ മാന്തി തോൽപ്പിക്കാൻ നോക്കും. അങ്ങനെ ഇതിൽ ദേഷ്യം വന്ന സൂപ്പർമാൻ ഈ ന്യൂക്ലിയർ മാൻ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറ്റി ആ ലിഫ്റ്റ് ബിൽഡിംഗിൽ നിന്ന് പറിച്ചെടുത്ത് അത് നേരെ കൊണ്ടുപോയി ചന്ദ്രനിലിടും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി മൂണിൽ നിന്ന് അപാര ഫൈറ്റ് ആണ്. ആ ഫൈറ്റിന്റെ ഇടയിൽ നീൽ ആംസ്ട്രോങ് മൂണിൽ കുത്തിയ ഫ്ലാഗ് ഒന്ന് വീഴും. പക്ഷെ പേടിക്കണ്ട, അതൊക്കെ സൂപ്പർമാൻ ശരിയാക്കി വെച്ചു കൊടുക്കും. അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അവസാനം മൂണിൽ നടന്ന ഫൈറ്റിലും തോറ്റ ന്യൂക്ലിയർ മാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നേരെ ഭൂമിയിൽ പോയി സൂപ്പർമാന്റെ ഗേൾഫ്രണ്ടിനെ എടുത്ത് നേരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുവരും.
ബ്രോ ബഹിരാകാശത്ത് മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ പറ്റില്ല. വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ. സോ ഗൈസ്, ആ ന്യൂക്ലിയർ മാൻ തന്റെ ഗേൾഫ്രണ്ടിനെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴിച്ചത് സൂപ്പർമാന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സൂപ്പർമാൻ ഒന്നും നോക്കിയില്ല. അപ്പൊ തന്നെ മൂപ്പര് പോയി ആ ചന്ദ്രനെ എടുത്തുകൊണ്ടുവന്ന് സൂര്യന്റെ മുന്നിൽ വെക്കും. അതോടെ സൂര്യപ്രകാശം കട്ടാവുമല്ലോ. കാലത്തെ തന്നെ നേരം വെളുക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അങ്ങനെ സൂര്യപ്രകാശം കിട്ടാതെ ന്യൂക്ലിയർ മാൻ ബോധം കെടുകയാണ്. അവസാനം സൂപ്പർമാൻ ആ ന്യൂക്ലിയർ മാനെയും എടുത്തു കൊണ്ടുപോയി ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ അമേരിക്ക മൊത്തം ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടുകയാണ്. ലാസ്റ്റ് സൂപ്പർമാൻ ആ ഈവിൾ സയന്റിസ്റ്റിനെ പിടിച്ച് ജയിലിലാക്കും. മരുമോനെ പിടിച്ച് ദുർഗുണ പരിഹാര പാഠശാലയിലും. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരദ, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.